Good afternoon. My name is Gladys Merija. Today we'll pass on to the Unit 5, that is Perspectives of Development. ഈ യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേണൈസേഷൻ തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്, പിന്നെ മാർക്സിസ്റ്റ് ആൻഡ് നിയോ മാർക്സിസ്റ്റ് അപ്രോച്ച് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ അണ്ടർ ഡെവലപ്മെൻറ്റും പഠിക്കാറുണ്ട്, എന്നാലേ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ. And also the neoliberal perspective of development, outline the alternative development and human development. And also in this unit we will discuss about the anti-development perspectives. So there have been 3 eras of development. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ സമൂഹം വളരുന്നത് ഒറ്റയടിക്ക് അങ്ങോട്ട് ആയതല്ല. പല പല സ്റ്റേജസിൽ കൂടെ നമ്മൾ പാസ് ചെയ്തു. മനുഷ്യൻ ഉണ്ടായതിന് ശേഷം മനുഷ്യൻ എങ്ങനെയാണ് ഒരു സമൂഹത്തിലെ പല പല സ്റ്റേജുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. സോ ഫ്രം ദ റൈസ് ഓഫ് മാൻ, മനുഷ്യനുണ്ടായതിന് ശേഷം ഇന്നത്തെ രീതിയിലുള്ള, അതായത് എമർജൻസ് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്സ്, യൂറോപ്പിൽ മാത്രമല്ല അറൗണ്ട് ദ വേൾഡ്, പിന്നെ 16th സെഞ്ച്വറി. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ 16ാം നൂറ്റാണ്ട് വരെ വി സോ ദ എവല്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ, സിറ്റീസ്, സിവിലൈസേഷൻ. എങ്ങനെയാണ് നഗരങ്ങളുണ്ടായത്, എങ്ങനെയാണ് കൃഷി ഫോം ചെയ്തത്. പണ്ട് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള സിസ്റ്റമാറ്റിക് രീതിയിലുള്ള കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നഗരങ്ങളുണ്ടായിരുന്നില്ല, സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല. So the rise of market system 16th സെഞ്ച്വറി തൊട്ട് 20ാം നൂറ്റാണ്ടിൽ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്തത് നോക്കാം. മാർക്കറ്റ് സിസ്റ്റം, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പൈസ, മണി, പല രാഷ്ട്രങ്ങളിലും പല രാജ്യങ്ങളിലും നമുക്കറിയാം പലതരം നോട്ട്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ രൂപ ഉപയോഗിക്കുന്നത്, ചിലയിടത്ത് ഡോളർ ഉപയോഗിക്കും, ചിലയിടത്ത് യൂറോ, അങ്ങനെ പല സംവിധാനങ്ങളാണ് നമ്മൾ ഈ മാർക്കറ്റ് സിസ്റ്റം വന്നപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ദ ക്യാപിറ്റലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കോളനൈസേഷൻ. അതിന് ചില രാജ്യങ്ങൾ മറ്റ് രാജ്യക്കാരെ ആക്രമിച്ച് കീഴടക്കി അങ്ങനെ കോളനികൾ ഉണ്ടായി, അതാണ് കോളനൈസേഷൻ. ആൻഡ് ഓൾസോ ദ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് ഇറ ഫ്രം 17 onwards, wherein World War II was watershed event culminating into the formation of League of Nations വന്നു. And also social improvement, but also catching up with advanced countries to restore the parity of power and esteem. ഇനി ഈ വികസനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ we have to study so many theories. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ വികസന പ്രക്രിയക്ക് ആക്കം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. സോ ജെയിംസ് Connell defines modernization as a process through which a traditional or a pre-technological society passes. പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ആധുനിക സമൂഹം ഉണ്ടായത്, അതാണ് മോഡേണൈസേഷൻ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ടെക്നോളജിക്കൽ സൊസൈറ്റി ഉണ്ടായി, അതിനു മുമ്പ് പ്രീ ടെക്നോളജിക്കൽ സൊസൈറ്റി, അത് അങ്ങനെ മാറി മാറി. സോ ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ്. ട്രാൻസ്ഫോർമേഷൻ ടുക്ക് പ്ലേസ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട്. ഇൻഡു എ സൊസൈറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ മിഷൻ ടെക്നോളജി. പ്രീ ടെക്നോളജിക്കൽ സൊസൈറ്റി എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യ അധികം വരുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പുള്ള ഒരു സമൂഹം. അതിനുശേഷം സാങ്കേതിക വിദ്യ നന്നായി വികസിച്ചതിന് ശേഷമുള്ള ഒരു സമൂഹത്തിന് നമ്മൾ ടെക്നോളജിക്കൽ സൊസൈറ്റി എന്ന് പറയും. ആൻഡ് ഓൾസോ റേഷണൽ ആൻഡ് സെക്യുലർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹൈലി ഡിഫറൻഷിയേറ്റഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. സമൂഹത്തിൽ പല പല ഇപ്പോൾ ഫാമിലി ഉണ്ടായി, അതുപോലെ റിലീജിയൻ, ഇങ്ങനെ പല പല സംഗതികളും വരാൻ തുടങ്ങി. ആൻഡ് ഓൾസോ ദ അഡോപ്ഷൻ ഓഫ് വെസ്റ്റേൺ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്. പലരും വെസ്റ്റേൺ ഡെവലപ്മെൻറ്റ് കണ്ട് പല രാഷ്ട്രങ്ങളും അതിനെ കോപ്പി അടിച്ച് അല്ലെങ്കിൽ അതിനെ അതുപോലത്തെ കുറേ കാര്യങ്ങൾ അവരവരുടെ രാഷ്ട്രങ്ങളിലും ഉണ്ടാക്കാൻ തുടങ്ങി. സോ modernization theory proposes that societal development can take place in the third world countries-ലും മോഡേണൈസേഷൻ കൊണ്ടുവരാൻ നോക്കുന്നു. സോ അത് എങ്ങനെയാണ്? ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക്
എക്കോണമിക് മെക്കാനിസംസ്. അവരുടെ രീതികൾ കണ്ടു പഠിച്ചിട്ട് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. അത് തന്നെയാണല്ലോ മോഡേണൈസേഷൻ. നമ്മൾ എപ്പോഴാണ് വെൻ യു ആക്സെപ്റ്റ് ദ മോഡേൺ ഐഡിയാസ് ഇൻ ടു അവർ ലൈഫ് സിസ്റ്റം, ലൈഫ് സ്റ്റൈൽ ഇൻ ദ സൊസൈറ്റീസ്, ഇൻ വാട്ട് എവർ പ്ലേസസ്, ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ് ആവാം, ഹെൽത്ത് ആവാം, അഗ്രികൾച്ചറിലാവാം, കൾച്ചറൽ ഫീൽഡ് ആവാം, ഇതെല്ലായിടത്തും വി ക്യാൻ സീ ടുഡേ. സോ ദർ ആർ ടു ഐഡിയാസ്. ഇത് മോഡേണൈസേഷനും വെസ്റ്റേണൈസേഷനും എന്നെല്ലാം പറയുന്നത് ഒരു മാറ്റമാണ്. ഇറ്റ്സ് എ സോഷ്യൽ ചേഞ്ച്. സമൂഹത്തിൽ വരുന്ന മാറ്റത്തിന് നമ്മൾ സോഷ്യൽ ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺസെപ്ഷൻ ഓഫ് ട്രഡീഷണൽ ഇൻ ടു മോഡേൺ സൊസൈറ്റി. സോ ഡെവലപ്മെന്റ് ഈസ് ഓൾസോ എ സൊസൈറ്റൽ എവല്യൂഷൻ ഇൻ പ്രോഗ്രസീവ്. അത് സ്പെൻസർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. I think I have explained in this way earlier units about the evolution. ബയോളജിക്കൽ എവല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സിംഗിൾ സെല്ലുലാർ അനിമലിൽ നിന്ന് മാൻ വരെ, മാൻ എന്ന് പറയുമ്പോൾ മൾട്ടി സെല്ലുലാർ, അല്ലെ കുറേ സെല്ലുകളുള്ള ഒരു ജീവി, അതെങ്ങനെയാണ് എത്തിയതെന്നുള്ളൊരു വേരിയസ്, ഇറ്റ് പാസസ് ത്രൂ വേരിയസ് സ്റ്റേജസ്. ലൈക്ക് വൈസ് സ്പെൻസർ എല്ലാം പറഞ്ഞു വെച്ചേക്കുന്നത് സമൂഹം ഇതുപോലെ മാറി മാറി, ആദ്യം ഒരു സിമ്പിൾ സൊസൈറ്റി ഉണ്ടായിരുന്നു, പിന്നെ കോംപ്ലക്സ് സൊസൈറ്റി, പിന്നെ ഡബ്ലി കോമ്പൗണ്ട്, ട്രിപ്പിളി കോമ്പൗണ്ട്, അങ്ങനെ കോംപ്ലക്സ് സൊസൈറ്റിയിലോട്ട് എത്തി നിൽക്കുന്നു എന്ന്. ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ എവല്യൂഷൻ. സോ അടുത്ത ഒരു തിയറി പറയുന്ന ഒരു തിയറിസ്റ്റാണ് എ ജി ഫ്രാങ്ക്. ഇങ്ങനെ ഈ ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയാണ് ഫ്രാങ്കിന്റെ തിയറി. സോ ഹി യൂസസ് ideal typical index method, diffusionist reculturation, and also psychological approach. So what is ideal typical index എന്ന് പറയാം? അതായത് ഒരു അതായത് ഒരു വികസിത രാഷ്ട്രം, അതാണ് ഡെവലപ്ഡ് എക്കോണമി. സോ ദേ ആർ എക്സ്ട്രാക്റ്റഡ് ആസ് എൻ ഐഡിയൽ ടൈപ്പ്. അതിനെ ഒരു ഐഡിയൽ ടൈപ്പായിട്ട് നമ്മൾ വെച്ചിട്ട് ദെൻ കോൺട്രാസ്റ്റഡ് വിത്ത് ഐഡിയൽ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ പുവർ സൊസൈറ്റി. അപ്പോൾ ഒരു പുവർ സൊസൈറ്റിയിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു ഐഡിയൽ സൊസൈറ്റി എന്ന് നമ്മൾ കാണുന്ന ഒരു സൊസൈറ്റിയിൽ, അത് ഏത് രാജ്യം ആയിക്കോട്ടെ, അതിലെ ഫീച്ചേഴ്സ് എന്താണ്? സോ ഡെവലപ്മെന്റ് ഈസ് വ്യൂഡ് ആസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വൺ ടൈപ്പ് ടു ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് വരുന്ന ഒരു ചേഞ്ച്, അല്ലെങ്കിൽ മാറ്റം, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. സോ അതാണ് ഫ്രാങ്ക് പറയുന്നത്. സോ there's a gap between the two. Development program is worked out. So and also two other persons who have given different theories on this is Talcott Parsons and also Rosters. So Talcott Parsons endanu parayunnathu, any social action and social system can be analyzed in terms of only 5 pairs of different pattern variables undavum. So they characterize all possible social action. ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ ആക്ഷൻസ് അതിൻ്റെ വേരിയബിൾസ് എന്താ, അതാണ് പാഴ്സൺസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി വാല്യൂ ഓറിയൻറ്റഡ് ആകാം, ആൻഡ് ഓൾസോ ദ റോൾ എക്സ്പെക്ടേഷൻ ഓഫ് ദ ആക്ടേഴ്സ് ഇൻ എനി സോഷ്യൽ സിസ്റ്റം. സോ ന്യൂട്രാലിറ്റി, എഫക്റ്റിവിറ്റി, യൂണിവേഴ്സാലിസം, പർട്ടിക്കുലറിസം, അച്ചീവ്മെൻറ്റ്, ഡിഫ്യൂസ്നെസ്, സെൽഫ് ഓറിയൻ, ഇങ്ങനെ പല രീതിയിലും ഇതിൻ്റെ വേരിയബിൾസ് വരാം. അതാണ് ടാൽക്കോട്ട് പാഴ്സൺസ് പറഞ്ഞു വെച്ചത്. ആൻഡ് ഓൾസോ ഹി സേസ് ദാറ്റ് ഒരു കൾച്ചറൽ ചേഞ്ച്, നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഗോ ടു എ ഫോറിൻ കൺട്രി ആൻഡ് യു ആർ സ്റ്റേയിങ് ദ, നമ്മൾ അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അഡോപ്റ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ വി ആർ ഫോളോയിങ് സം ഓഫ് ദ വാല്യൂ സിസ്റ്റം വിച്ച് വി അഡോപ്റ്റഡ് ഫ്രം എ ഫോറിൻ കൺട്രി. അല്ലെങ്കിൽ ഇവിടെ കുറേ ആൾക്കാർ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ സ്പൂൺ ആൻഡ് ഫോക്ക് വി ആർ അഡോപ്റ്റിങ് ഇറ്റ്. അതാണ് ദിസ് എ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം. ഇപ്പോൾ നമുക്കറിയാം TV, യൂട്യൂബ് എല്ലാം വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ്. ഈവൻ ഫുഡ് അല്ലേ, ഇപ്പോൾ ചിൽഡ്രൻ വാണ്ട് ഒൺലി ബർഗർ, അങ്ങനത്തെയൊക്കെ മതി. ഏർലിയർ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കിതൊന്നും സ്വപ്നം, നമ്മൾ പേരുകൾ പോലും കേട്ടിട്ടില്ല. സോ ദ കൾച്ചറൽ ചേഞ്ച് ഈസ് ഹാപ്പനിങ്.
And he says that, this theorist says that it is a precondition for economic അത് ഒരു അത്യാവശ്യ ഘടകമാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി? വികസനം നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി കൾച്ചറൽ ചേഞ്ച്. അത് ഒരു പരിധി വരെ ശരിയുമാണ്. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻഡ് എന്നുള്ളതാണ് ഓരോ സൊസൈറ്റി അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഒരു പ്രശ്നം. ബിക്കോസ് അവർ ചിൽഡ്രൻ ബ്ലൈൻഡ്ലി ഫോളോസ് ദ ചേഞ്ചസ് അല്ലെങ്കിൽ അഡോപ്റ്റ് കൾച്ചർ, ഫോറിൻ കൾച്ചർ. അത് ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടില്ല, നമ്മുടെ ഇന്ത്യൻ കൾച്ചറായിട്ട് അത്. ഫോർ എക്സാമ്പിൾ ഡ്രസ്, സംടൈംസ് അവർ സ്റ്റുഡൻസ് wanted Western types of dress, and the elders sometimes they don't want their children to wear that dress. അങ്ങനത്തെ പ്രോബ്ലംസ് വരാം. സോ ദ ബിഹേവിയർ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ മോഡേൺ ആൻഡ് ട്രഡീഷണൽ സൊസൈറ്റീസ്, അതാണ് എപ്പോഴും ഒരു കോൺട്രാസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. So the developed countries exhibit the pattern variable of universalism, achievement orientation, functional specificity, എപ്പോഴും ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കും. And the other hand, underdeveloped countries are characterized by their opposites. അണ്ടർഡെവലപ്ഡ് കൺട്രീസിൽ ഇത്രയൊന്നും വരൂല്ല. The shift from society having the later set of variables to the former, അതാണ് ആ ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന ഒരു മാറ്റം. സോ അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഷുഡ് എലിമിനേറ്റ് ദ പാറ്റേൺ വേരിയബിൾസ് അണ്ടർ ഡെവലപ്മെന്റ് ആൻഡ് അഡോപ്റ്റ് ദോസ് ഓഫ് ഡെവലപ്പ്. എന്നാലേ അണ്ടർ ഡെവലപ്മെന്റ് മാറുള്ളൂ എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് റോസ്റ്റോസ് തിയറി? ട്രഡീഷണൽ സൊസൈറ്റീസ് ആർ ദോസ് where the പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ആർ ലിമിറ്റഡ്. അവർക്ക് പ്രൊഡക്ഷനും അതിൻ്റെ ഫങ്ഷൻസും കുറവായിരിക്കും. ബിക്കോസ് ദ എക്കണോമിക്സ് സേസ് ദാറ്റ് വെൻ there is പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. ആൻഡ് വെൻ യു ആർ ഹാവിങ് മണി, എക്കണോമിക് ഡെവലപ്മെന്റ് വരുന്നു അല്ലേ? പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് വികസനം, സാമ്പത്തിക വികസനം നമുക്ക് വരുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ട്രഡീഷണൽ സൊസൈറ്റിയിൽ പഴയ കാര്യങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന പഴയ രീതിയിലുള്ള, ഫോർ എക്സാമ്പിൾ പഴയ രീതിയിലുള്ള കൃഷി, നമുക്ക് ഒരുപാടൊന്നും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. മഴയെ ആശ്രയിക്കും, പഴയ വളങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. റാദർ ദാൻ എ ഡെവലപ്ഡ് സൊസൈറ്റിയിൽ അവർ മോഡേൺ ടെക്നിക്സ് ഉപയോഗിക്കും, മോഡേൺ മെഷീൻസ് ഉപയോഗിക്കും. അപ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. സോ അപ്പോൾ അവിടെ കുറച്ചും കൂടെ സ്പീഡിൽ എക്കണോമിക് ഡെവലപ്മെന്റ് വരുന്നു. അതാണ്. ആൻഡ് ഓൾസോ ദേ വിൽ നോട്ട് യൂസ്, ട്രഡീഷണൽ സൊസൈറ്റീസ് വിൽ നോട്ട് യൂസ് സയൻസ് ആൻഡ് ടെക്നോളജി. സോ ഹിയർ ഫാമിലി ആൻഡ് ക്ലാൻ ഗ്രൂപ്പിംഗ്സ് ആർ എംഫസൈസ്. അതുപോലെ ഫാമിലിക്കാണ് അവർ ഇമ്പോർട്ടൻസ്. ആൻഡ് അഗ്രികൾച്ചറും അല്ലെങ്കിൽ കൃഷിയെല്ലാം ഫാമിലി ഓറിയൻറ്റഡ് ആയിരുന്നു. ഒരു ഫാമിലി മൊത്തം അഗ്രികൾച്ചർ ഫീൽഡിൽ പോയിട്ട് അവർ പണിയെടുക്കുന്നു. സോ the second stage is the development of a set of preconditions for economic takeoff. Economic takeoff വരുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ഒരു സ്റ്റേജ് വരും. സോ there is a period of transition in which traditional institutions begin to change. അപ്പോൾ സ്ലോലി ട്രഡീഷണൽ പാറ്റേൺ മാറി വരുന്നു. സോ ദ എക്കോണമി ഗ്രാജുവലി ഗെറ്റ്സ് ഗിയർഡ് ടു ദ യൂസിങ് ഓഫ് മോഡേൺ സയൻസ്. അപ്പോൾ സൊസൈറ്റി പതുക്കെ മോഡേൺ സയൻസും ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങും. ടേക്ക് ഓഫ് സ്റ്റേജ് where the old resistance to steady growth are overcome and growth becomes the normal. അപ്പോൾ പതുക്കെ ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആവശ്യമാണ്, ആൻഡ് ഇറ്റ് ഈസ് എ നോർമൽ കണ്ടീഷൻ ഓഫ് ദ എക്കോണമി ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഡ്രൈവ് ടു മെച്യൂരിറ്റി ഇസ് ദ സ്റ്റേജ് ഓഫ് ദ ഇൻക്രീസിങ് സോഫിസ്റ്റിക്കേഷൻ ഓഫ് ദ എക്കോണമി, ദാറ്റ് ഈസ് ന്യൂ ഇൻഡസ്ട്രീസ്. അപ്പം ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വരാൻ തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നത്? പുതിയ വ്യവസായങ്ങൾ വരുന്നു. ന്യൂ ഇൻഡസ്ട്രീസ് ആർ ഡെവലപ്ഡ്. ദർ ഇസ് ലെസ് റിലയൻസ് ഓൺ ഇമ്പോർട്ട്സ് ആൻഡ് മോർ എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് വിൽ ബി. വെൻ യു start exporting products or things only, you will get more profit. So profit maximization becomes the need to survive. And stage of high mass consumption where there is an affluent population and durable and sophisticated consumers goods and services. Consumers goods services കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആവുന്നു. All the basic needs are satisfied in this stage of society and more resources are utilized for social welfare and security. അപ്പോൾ സർവീസ് സിസ്റ്റം കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആവുന്നു, സോഷ്യൽ വെൽഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വെൻ
നമ്മുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഉള്ള സോഷ്യൽ വെൽഫെയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. സോ there is an emergence of welfare state. അതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുക, എല്ലാവർക്കും വെൽഫെയർ നടപ്പിലാക്കുക. So there is an acculturation or a diffusionist approach. രണ്ട് കൾച്ചർ തമ്മിൽ മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് ഡിഫ്യൂഷൻ ഓഫ് കൾച്ചർ. ഒരു കൾച്ചറിലെ കുറേ കാര്യങ്ങൾ ഈ ആദ്യമുള്ള കൾച്ചറിലെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നു. സോ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ബൈ ദ ഡിഫ്യൂഷൻ ഓഫ് കൾച്ചറൽ എലിമെന്റ്സ് ഫ്രം ദ ഡെവലപ്ഡ് ടു ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അതാണ് ഉണ്ടാകുന്നത്. When the people of the underdeveloped countries adopt certain traits of the culture of developed countries, അതായത് വികസിത രാഷ്ട്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ടെക്നോളജി ആവട്ടെ, ഫോർ എക്സാമ്പിൾ അവരുടെ ചിലപ്പോൾ വീടിന് മുമ്പിലത്തെ ഗേറ്റ് ഫോർ എക്സാമ്പിൾ ഒരു സ്വിച്ച് അമർത്തി അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടെക്നോളജി. സോ വെൻ യു സ്റ്റാർട്ട് അഡോപ്റ്റിംഗ് ദാറ്റ്, യു ആർ അഡോപ്റ്റിംഗ് certain lifestyles of the developed countries. So these cultural elements may be identified as including capital, technology, and institutions. So the less developed societies cannot be developed because they are not able to be influenced by the changes in the developed world due to obstacle. അപ്പം ഡെവലപ്മെന്റ് പെട്ടെന്നും അങ്ങോട്ട് വരുന്ന ഒരു സംഗതി അല്ല. ദർ ആർ സോ മെനി ഒബ്സ്റ്റക്കിൾസ് ബിക്കോസ് ഇൻ ദ ട്രഡീഷണൽ സൊസൈറ്റി തന്നെ ആൾക്കാർ മെന്റാലിറ്റി വിൽ ബി ഓൾഡ് അല്ലേ. പണ്ടൊക്കെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ ജോലി പോകുന്ന സമരം ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോയി 10% ലിറ്ററസി എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന, എഡ്യൂക്കേഷൻ വളരെ ഡെവലപ്ഡ് ആണെന്നൊക്കെ അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഹാപ്പൻഡ്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാണ്ട് മൊബൈൽ ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അത്രമാത്രം ജീവിതമായിട്ട് അത് ഇഴുകിച്ചേർന്നിരിക്കുന്നു. ദാറ്റ് ഈസ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. അപ്പം നമ്മുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഓരോ സൊസൈറ്റിയിലും എങ്ങനെയാണ് ഡെവലപ്മെന്റ് വരുന്നത്. സോ that it is values, motives, or psychological forces that determine ultimately the rate of economic and social development. One of the most influential books is The Achieving Society by David McClelland, which argues a society with a high level of achievement will produce energetic entrepreneurs, who in turn will produce more rapid economic development. അതായത് നല്ല ലെവലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യവസായികളുണ്ടാവും അല്ലെ. കൂടുതൽ പ്രൊഡക്ഷൻ ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടും എന്ന് അറിയുമ്പോൾ സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ, അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്പക്കാർ ചിലവരൊക്കെ ഇപ്പോഴും പഠിച്ച് ജോലി റിസൈൻ ചെയ്തിട്ട് ദേ കം ടു ഫോർ ഡു അഗ്രികൾച്ചർ ഓർ ദേ ഡു സം ടൈപ്പ് ഓഫ് ബിസിനസ് ഫോർ മേക്കിംഗ് ഗുഡ് പ്രോഡക്ട്സ് ആൻഡ് ദസ് ഏണിങ് more profit. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് വിച്ച് ഈ കോൾഡ് an achievement or the need of achievement suited particular individuals for entrepreneurial roles. അപ്പോൾ അവർ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറിൻ്റെ റോൾസിലോട്ട് അവർ വരികയാണ്. ദാറ്റ് ഈസ് അച്ചീവ്മെൻറ്റ്, മോട്ടിവേഷൻ, ട്രെയിനിങ്. അതും ആവശ്യമാണല്ലോ. ആൻഡ് ഓൾസോ ദർ ആർ അതർ, ഇപ്പം നമ്മൾ കുറച്ച് പഠിച്ചു ആൽക്കോട്ട് പാഴ്സൺസ്, റോസ്റ്റോസ്, ഇവരുടെയൊക്കെ തിയറീസ് ആണ് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ്. നൗ വിൽ പാസ് ഓൺ ടു ദ മാർക്സിസ്റ്റ് ഓർ നിയോ മാർക്സിസ്റ്റ് അപ്രോച്ചസ് എന്താണ്, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ദർ ഈസ് എൻ ഓൾട്ടർനേറ്റീവ് സെറ്റ് ഓഫ് അപ്രോച്ചസ് ടു സ്റ്റഡി ദ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഇൻ ദ മോഡേൺ വേൾഡ്. ദാറ്റ് ഈസ് ബൈ ദ മാർക്സിസ്റ്റ് ഹു എംപ്ലോയ് ദ മെത്തേഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ. മാറ്ററിനാണല്ലോ മാർക്സ്. He never gives importance to idea. He says that everything in this world is depending on the materialism. അതാണ്. സോ കൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റും അണ്ടർ ഡെവലപ്മെൻറ്റും ആണ് ഇവിടെ അവർ ഉപയോഗിക്കുന്നത്. അപ്പം മോഡേണൈസേഷൻ തിയറിയുടെ ഫൗണ്ടേഷൻ എന്താന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ്.
So, dependency theory came as a reaction to the modernization theory, viewing the poverty of countries in the south as the product of their integration with the world system. മൊത്തത്തിലുള്ള ഒരു സിസ്റ്റമാണല്ലോ വേൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതായത് ചില രാഷ്ട്രങ്ങൾ വേറെ ചില രാഷ്ട്രങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ് ഡിപ്പെൻഡൻസി തിയറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ ഡിപ്പെൻഡൻഷ്യ എന്ന ഈ തത്വത്തിനെ ലാറ്റിൻ അമേരിക്കൻ എക്കണോമിസ്റ്റാണ് 1930 അവർ ഇതിനെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. Post-war period and works of Argentinian economist Raúl Prebisch. It began with the establishment of an international division of labor. Third world countries acted as the low cost. അപ്പം ഈ ഡെവലപ്ഡ് കൺട്രീസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ പുവർ കൺട്രീസിൽ നിന്ന് റോ മെറ്റീരിയൽസ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പണ്ട് ബ്രിട്ടീഷുകാർ അതാ ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ വെച്ച്. ദേ മേക്ക് ഗുഡ്സ്, ഹൈ പ്രൈസ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്നിട്ട് അതിൻ്റെ അത് അവരിവിടെ തന്നെ വിൽക്കുന്നു. അപ്പം അതിൻ്റെ ലാഭം അവർക്ക് കിട്ടുന്നു. അതാണ്. This led to a relationship of unequal exchange, which in turn led to further deterioration in balance of trade. The exchange was unequal as power and surplus value from labor flowed up. അതായത് പവർ വേണമല്ലോ. സോ ഇറ്റ് വെൻ ടു ദ എക്കണോമിക്കലി ഡെവലപ്ഡ് കൺട്രീസ്. ഐഡിയോളജി ആൻഡ് എക്സ്പെൻസീവ് പ്രോഡക്ട്സ് ഫ്ലോസ് ഡൗൺ ദ ചെയിൻ. പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട രാഷ്ട്രങ്ങളിൽ കൊണ്ടുവന്ന് അവർ അവിടെ വിറ്റ് വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതാണ് പറയുന്നത്. സോ ഇറ്റ് ഷേപ്സ് ദ വേൾഡ് ഇക്കോണമി. മൊത്തത്തിൽ ലോകത്തിലുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ ഇന്റർനാഷണലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ. സോ ദ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, പൊളിറ്റിക്കൽ, ഇക്കണോമിക്, കൾച്ചർ, ഇതെല്ലാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. So, dependency characterizes the international system as comprised of two sets of states. Dominant ഉണ്ടാവും അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ്. ആൻഡ് ഓൾസോ സെൻറ്റർ പേര്. ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വായിച്ചാൽ സെൻറ്ററിൽ കോർ എന്ന് പറയും, സെൻറ്റർ എന്ന് പറയും. അതെപ്പോഴും ഡെവലപ്ഡ് കൺട്രീസ് ആയിരിക്കും. ചുറ്റുമുള്ളത് പെരിഫറിയാണ്, അത് പാവപ്പെട്ട രാഷ്ട്രങ്ങളാണെന്ന് പറയും. പിന്നെ ചില തിയറീസ് രണ്ടിനും നടുക്കുള്ള ഇൻ്റർമീഡിയറ്റ് ഉള്ളത് സെമി പെരിഫറി എന്നും പറയും. പിന്നെ മെട്രോപൊളിറ്റൻ ആൻഡ് സാറ്റലൈറ്റ്, അതും ബിക്കോസ് ഡെവലപ്ഡ് കൺട്രീസ് നമ്മൾ മെട്രോപൊളിറ്റൻ എന്ന് പറയുന്നു. ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാവപ്പെട്ട രാഷ്ട്രങ്ങളെ വി കോൾ സാറ്റലൈറ്റ്. അതാണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ഓഫ് ഇമ്പോർട്ടൻസ് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് with the dependent states. Relations between the two sets of states are dynamic because the interaction between the two reinforces and intensifies unequal patterns. Paul Barron പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, he also explains about the dependency theory. Capitalism, due to its inherent characteristics, exploited the third world. The capitalist world keeps the backward world as indispensable interland and extract. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് സർപ്ലൈസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരെടുക്കുന്നു. അതാണ് എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. അവർ ചൂഷണം ചെയ്യുന്നു. ആൻഡ് ദേ becoming more rich. So Barron argues that the historical contact between the underdeveloped and developed countries not only accelerated decomposition of the pre-capitalist structures in the underdeveloped countries, അവർ മാക്സിമം ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതാണ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അണ്ടർഡെവലപ്ഡ് കൺട്രി. അവരുടെ സർപ്ലസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവർ എക്സ്ട്രാക്ട് ചെയ്യുന്നു എന്നാണ്. because these are the theories given or the viewpoints of different theories. So അത് വേറൊരു തിയറിസ്റ്റ് ആരെന്ന് വെച്ചാൽ ഫ്രാങ്ക് ആണ്. Both the process of development and underdevelopment started in the mercantile period. ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. Throughout the process, the colonies, semi-colonies and neo-colonies existed primarily for the benefit of the capitalist metropolis and as a direct result became underdeveloped.
അപ്പോൾ മെട്രോപോളിസിനെ ആശ്രയിച്ച് ക്യാപിറ്റലിസ്റ്റ് ആണല്ലോ മെട്രോപോളിസ്, അയച്ചു കളയുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ദേ ബിക്കം മോർ അണ്ടർ ഡെവലപ്ഡ് എന്നാണ് പറയുന്നത്. സോ ഫ്രാങ്ക് ആർഗ്യൂസ് ദാറ്റ് the gap between the development and underdevelopment is often greater than the internationally and also the more underdeveloped countries as a whole. So the greater is its internal development. അപ്പോൾ ഈ അണ്ടർ ഡെവലപ്മെന്റ് കൂടി വരും എന്നാണ് പറയുന്നത്. സോ ഇന്റേണൽ കൊളോണിയലിസം എന്നുള്ള വേർഡാണ് ദിസ് തിയറിസ്റ്റ് യൂസ്ഡ് to explain the domination developed sector or developed society മറ്റുള്ള രാഷ്ട്രങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. അത്രയും തിയറിയിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ്. ദ ഡെവലപ്ഡ് എക്കോണമി ഓർ ദ ഡെവലപ്ഡ് കൺട്രീസ് എക്സ്പ്ലോയിറ്റ്, അവർ ചൂഷണം ചെയ്യുന്നു ആരെ? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. സോ ദ ട്രഡീഷണൽ മാർക്സിസ്റ്റ് ആർഗ്യുമെന്റ് ദാറ്റ് ദ റീസൺ ഫോർ ദ ലാക്ക് ഓഫ് ഡെവലപ്മെന്റ് in agrarian underdeveloped countries is the persistence of feudalism. ഇപ്പോഴും കുറെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത് എന്നാണ് ഈ തിയറിസ്റ്റ് പറയുന്നത്. ഫ്രാങ്ക് he instead argues that the only way in which underdeveloped countries can develop is by breaking away from the ഈ ക്യാപിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ ഈ അണ്ടർ ഡെവലപ്മെന്റ് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ഫ്രാങ്ക് പറയുന്നത്. So, Wallerstein's theory in the work of dependence becomes, like them, it seeks to explain the development of underdevelopment. അതാണ് ഇങ്ങനെ പറയുന്നത്. അണ്ടർ ഡെവലപ്മെന്റ് കൂടി വരുന്നു, അതാണ് ഡെവലപ്മെന്റ് ഓഫ് അണ്ടർ ഡെവലപ്മെന്റ്. So, it's a dialectical process. Development of the first world and consequently underdevelopment of the third world. So, world systems theory abandons national economies and national state as a unit of analysis and believes that capitalism and its related international division of labor the division and exploitation വരുമ്പോൾ എപ്പോഴും inequality വരുമല്ലോ. So that is the not on national scale but on a world scale. This results in inequality and backwardness for periphery and the progress and wealth for. അപ്പോൾ പെരിഫറി എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ളത്. വെൽത്ത് വരുന്നത് ആർക്കാണ്? ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് സൊസൈറ്റി. അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ദ പെരിഫറൽ കൺട്രീസ് ദേ ആർ ബിക്കമിങ് മോർ പുവർ. The world system is a self-contained social system that has boundaries, structures, member groups, rules of life. ഇതെല്ലാം ഉണ്ടാവും നമ്മൾ വേൾഡ് സിസ്റ്റം ഒന്നാകെ നോക്കിക്കഴിഞ്ഞാൽ. The modern world system followed the decline of feudal system. അപ്പോൾ ഫ്യൂഡൽ സിസ്റ്റം പല രാഷ്ട്രങ്ങളിൽ നിന്ന് ഡിക്ലൈൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. And also there is the domination of Western Europe. This has been emerged between 1450 and 1670. So world empires which existed with a single political system. എക്സാമ്പിൾ പറയുവാണെങ്കിൽ റോമൻ എംപയർ, ബ്രിട്ടീഷ് എംപയർ, ഇതെല്ലാം. ഇനി നിയോ ലിബറൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ലിബറലിസം ഡെവലപ്പ് ഇൻ ദ 19th century. വെസ്റ്റ് കിഴക്ക് രാജ്യങ്ങളിൽ 19ാം നൂറ്റാണ്ടിൽ ലിബറലിസം വന്നു. അത് ലോക ചരിത്രത്തെ തന്നെ മാറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് ലിബറലിസം ഈസ് ഒപ്പോസ് ടു socialism and political absolutism, has been committed to the principle of self-regulating market വരാൻ തുടങ്ങി. മാർക്കറ്റിനേക്ക് ഇത് സ്വാധീനിച്ചു. ലൈസെ ഫെയർ, അത് എല്ലാവർക്കും വെൽഫെയർ, അതാണ് അങ്ങനെ ഒരു സൊസൈറ്റി. In the 80s, in the form of liberalization, globalization വന്നു of the economic process. ആ സമയത്ത് എന്താണ് ഗ്ലോബലൈസേഷൻ? ലോകം ഒന്നാകെ ഒരു ഗ്ലോബായിട്ട് കാണാൻ തുടങ്ങി. അപ്പം ലിബറലൈസേഷൻ വന്നപ്പോൾ നിയമങ്ങൾ അതിൻ്റെ സ്ട്രിക്ട്നെസ് എല്ലാം കുറച്ചു. ആർക്ക് വേണമെങ്കിലും ഏത് രാജ്യത്ത് വന്ന് ട്രേഡ് ചെയ്യാം, ബിസിനസ് ചെയ്യാം, അങ്ങനെ ആക്കി നിയമങ്ങളൊക്കെ ലഘൂകരിച്ചു. അപ്പോൾ ഏത് രാജ്യത്തെ പ്രോഡക്റ്റ് വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കിട്ടും അല്ലേ? നമുക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് സുഗമമാക്കി. അങ്ങനെ ഒരു മാറ്റം ലോകത്തെമ്പാടും വന്നു. അതാണ് ഗ്ലോബലൈസേഷൻ്റെ. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷവുമുണ്ട്. ബിക്കോസ് മൾട്ടി നാഷണൽ കമ്പനീസ്
എല്ലാം ഇവിടെ വന്ന് ഇവിടെ ബിസിനസ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ബിസിനസ്സുകളൊക്കെ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ആൾക്കാരുടെ ബിസിനസ്സൊക്കെ ബിക്കോസ് അവർക്ക് ക്വാളിറ്റി വൈസ് നല്ലതാണെങ്കിലും വലിയ പൈസ കൊടുത്ത് അഡ്വർടൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പക്ഷെ മൾട്ടിനാഷണൽ കമ്പനീസ് അങ്ങനെയല്ല. ഒരു വലിയ ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ച് ഭയങ്കര പാക്കിങ്ങും. അപ്പോൾ പീപ്പിൾ വിൽ ബി ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് ദേ വിൽ ഗെറ്റ് മോർ ബിസിനസ്. അതാണ് ഉണ്ടായത്. കുറേ ഗുണങ്ങളുണ്ട്. കുറേ ആൾക്കാർക്ക് ബിസിനസ് ജോലി കിട്ടി, കുറേ പലതരം പ്രോഡക്ട്സ് അവൈലബിൾ ആണ് സൊസൈറ്റിയിൽ. അതല്ല. സോ ഡെവലപ്മെൻറ്റ് ഈസ് എ മാർക്കറ്റ് ലെഡ് ഗ്രോത്ത് and away from a statist approach to development. The core meaning of development is retained. It's economic growth. അതാണല്ലോ കോർ കൺട്രീസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നിയോലിബറലിസം ഈസ് ആൻ ആൻറ്റി ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ഇൻ ടേംസ് ഓഫ് മീൻസ്. എങ്ങനെയാണ് നമ്മൾ ഈ ഡെവലപ്മെൻറ്റിലോട്ട് എത്തുന്നത്? അതാണല്ലോ മീൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെൻറ്റ്? It generally refers to 3 spheres ഉണ്ട്. അത് ഏജൻസ് ആകാം, മെത്തേഡ്സ് ആകാം, ഒബ്ജക്റ്റീവ്സ് ഓർ വാല്യൂസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആകാം. സോ അനദർ തിയറിസ്റ്റ് Isnao Finn says that alternative development is the term of third system or citizen politics, the importance of which is apparent in view of the failed development efforts of government and economic power. So both to community and non-governmental ഓർഗനൈസേഷൻസിനും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയും. സോ അതുകൊണ്ടാണല്ലോ ഇന്ന് ഗവൺമെൻറ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ദേ ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈവറ്റ് ഏജൻസീസ്. ദ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി ഈസ് പാർട്ടിസിപ്പേറ്ററി, എൻഡോജിനസ് ആൻഡ് സെൽഫ് റിലയൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കാം. According to human development perspective, development is the enlargement of people's choices. അതാണല്ലോ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ അതാണ്. സോ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് വിച്ച് റിവൈവ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഓഫ് 1990. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പാരഡൈം ഓഫ് ഇക്വിറ്റി, സസ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, ഇതെല്ലാം വരും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. മോർ പ്രൊഡക്ടിവിറ്റി, മോർ എംപവർമെൻറ്റ്, വിമൻ എംപവർമെൻറ്റ്, ഇതെല്ലാം വരണം. സോ ഇറ്റ് ഈസ് ദ എലിമെൻറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ദാറ്റ് സെറ്റ്സ് ദിസ് പാരഡൈം അപ്പാർട്ട് ഫ്രം ദ ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെൻറ്റ് പാരഡൈം. സോ ജെൻഡറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ജെൻഡർ ഡെവലപ്മെൻറ്റിന് വിമൻ ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് 50% ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ വിമൻ്റെ പ്രശ്നങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പൊളിറ്റിക്കൽ റൈറ്റ്സ്, എല്ലാ സിറ്റിസൺസിനും റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ എൻവയൺമെൻറ്റ്. അപ്പോൾ എല്ലാവരും എൻവയൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റി കുറേയും കൂടെ കൺസേൺഡ് ആണ്, കുറേയും കൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലേ? ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓൺ ടേംസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആണ്. ദാറ്റ്സ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. വാട്ട് ഈസ് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. അടുത്ത തലമുറയ്ക്കും കൂടെ ഇവിടെ വാസം സാധ്യമാകണം. അതാണ്. അപ്പോൾ നമ്മൾ വായു, വെള്ളം, കൃഷി, മരങ്ങൾ, പ്രകൃതി ഇവയൊന്നും ദോഷം ചെയ്യാത്ത വിധത്തിലൊരു ഡെവലപ്മെൻ്റാണ് സാധ്യമാക്കേണ്ടത്. ഫെമിനിസ്റ്റ് തിയറീസും ധാരാളം വന്നിട്ടുണ്ട് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. അപ്പോൾ ജെൻഡർ റിലേഷൻസ്, ജെൻഡർ ഇഷ്യൂസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, സ്ത്രീകളുടെ പ്രോബ്ലംസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരെയും കൂടെ എങ്ങനെയാണ് വികസിത രാഷ്ട്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എങ്ങനെ കൊണ്ടുവരുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ്, അവിടെ എങ്ങനെ അവരുടെ ഇഷ്ടങ്ങളെ എങ്ങനെ വികസിപ്പിക്കുക, അവരെ എങ്ങനെ മുൻനിരയിലോട്ട് കൊണ്ടുവരാം, ഇതെല്ലാം ചിന്തിക്കാൻ തുടങ്ങി മനുഷ്യർ. ഡിസിഷൻ മേക്കിംഗ്, ആക്സസ് ടു റിസോഴ്സസ്, ഹെൽത്ത്, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ആരോഗ്യം കൊടുക്കണം, കുട്ടികൾക്ക്, പെൺകുട്ടികളെയും പൊക്കിക്കൊണ്ട് നമ്മൾ വരണം. ആൻറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് came as a radical reaction to the dilemmas of development. These approaches reject the idea that the North has the right to administer development and democracy to the South. So that is about the
modernization theories and the development. So now we pass on to the next topic, that is world system theory. So what is world system theory? ഇതും ഡെവലപ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തിയറിയാണ്. ഇതില്ലാതെ നമ്മൾ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കാറില്ല സാധാരണഗതിയിൽ. സോ ഇത് പറഞ്ഞേക്കുന്ന കുറേ വാലസ്റ്റീനാണ് ഇത് പറഞ്ഞേക്കണ മെയിൻ ഒരു ആൾ. സോ ഈ എൻ്റെ 30 to 2019 ആണ് അയാളുടെ കാലഘട്ടം. സോ ഇൻ ദ സ്റ്റാർട്ടിങ് ഓഫ് 1970s, a macro-sociological perspective that sought to explain the dynamics of capitalist world economy ഒരു ടോട്ടൽ സോഷ്യൽ സിസ്റ്റമായി കണ്ട ഒരാളാണ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങേരുടെ 1-2 വർക്ക് എന്താന്ന് പറഞ്ഞാൽ റൈസ് ആൻഡ് ഫ്യൂച്ചർ ഡിമൈസ് ഓഫ് ദ വേൾഡ് ക്യാപിറ്റൽ സിസ്റ്റം, കൺസെപ്റ്റ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്, ഇതെല്ലാമാണ്. ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ, ഒറിജിൻ ഓഫ് യൂറോപ്യൻ വേൾഡ് ഇക്കോണമി, ഇതെല്ലാം 1974 പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ വേൾഡ് സിസ്റ്റം തിയറിനെ കുറിച്ചാണ് വാലസ്റ്റൈൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ മേജർ ഇൻ്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വാലസ്റ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ വേറെ കാര്യങ്ങളുണ്ട്. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രിഡോമിനൻ്റ്ലി, നന്നായിട്ട് ഇയാൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കാര്യം മാർക്സിസ്റ്റ് ആൻഡ് നിയോ മാർക്സിസ്റ്റ് തിയറീസാണ്. പല തിയറിസ്റ്റ് മാർക്സിൻ്റെ കാലഘട്ടത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പല തിയറിസ്റ്റുമാരെയും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് മാർക്സിസ്റ്റ് ആൻഡ് നിയോ മാർക്സിസ്റ്റ് തിയറീസാണ്. എന്നുവെച്ചാൽ ആദ്യം തന്നെ കാൾ മാർക്സ് ആണല്ലോ പറഞ്ഞു വെച്ചത്, കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പാവപ്പെട്ടവനിൽ നിന്ന് അത് എടുക്കാൻ മാറ്റപ്പെടുകയും മുതലാളി കുറേ പൈസ ഉണ്ടാകുകയും ചെയ്തു. സോ അക്യുമുലേഷൻ ഓഫ് പ്രോഫിറ്റ്, അത് എല്ലാം പറഞ്ഞത് മാർക്സാണ്, കാൾ മാർക്സാണ്. സോ മെനി ഓഫ് ദ തിയറീസ് ദാറ്റ് ഫോളോഡ് കാൾ മാർക്സ്, they read these theories. അപ്പോൾ അവരുടെ തിയറികളിലൊക്കെ കാൾ മാർക്സിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. സോ ദ വേൾഡ് സിസ്റ്റം തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ കൺസെപ്ച്വൽ ബ്രേക്ക് ഫ്രം ദ മോഡേണൈസേഷൻ പാരഡൈം ഓൺ ദ വേൾഡ് എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് capitalism. It shows close association with its predecessor, dependency theory, which originated as a critique to the modernization theory. ഈ തിയറി വരുന്നതിന് മുമ്പ് തന്നെ കാൾ മാർക്സിൻ്റെ തിയറി അല്ലെങ്കിൽ നിയോ മാർക്സിസം തിയറി, ഇതെല്ലാം ഈ തിയറീനെ ധാരാളമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതാണ്. ആൻഡ് ഓൾസോ ദ ഡിപ്പെൻഡൻസി തിയറി, അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. ചെറിയ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പുവർ കൺട്രീസ്, ഹൗ ദേ ഡിപ്പെൻഡ് ഓൺ ദ മേജർ ഡെവലപ്ഡ് സൊസൈറ്റീസ്. സോ വാട്ട് ഈസ് ഡിപ്പെൻഡൻസി തിയറി? അത് ഏത് വർഷമാണ് ഉണ്ടായത്? 1950s. സിംഗർ, a German-born British development economist, Prebisch, director of the United Nations Economic Commission for Latin America, proposed that there's a negative correlation in the economic growth between the industrialized countries and the poor countries. The famous singer Prebisch, it was pointed that the terms of trade move against the producers of primary products. ചിലപ്പോൾ ഈ പ്രൈമറി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരിൽ they are more important, അല്ലേ? So the economic growth of the industrialized world meant harmful implications for the poorer countries. ഒരുപാട് കോർ കൺട്രീസ്, അതായത് പണമുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ വികസിത രാഷ്ട്രങ്ങൾ, വികസിത സൊസൈറ്റികൾ സംടൈംസ് ഈ പാവപ്പെട്ട രാജ്യക്കാർക്ക് ദോഷമാണ് ചെയ്യുന്നത്. അവരുടെ റോ മെറ്റീരിയൽ അവരെടുത്തുകൊണ്ട് പോകുന്നു, എന്നിട്ട് തിരിച്ച് കൂടുതൽ ലാഭത്തിന് ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ ദേ ആർ ബിക്കമിങ്
poorer and they don't have enough money to compete with that. അതായത് അവരോട് മത്സരിക്കാൻ ആവശ്യമുള്ള സാമ്പത്തികം ഇവർക്കില്ല. So economic growth is to have positive outcome for all, although its fruits may not be shared equally. And the fruits ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. അതാണ്. The modernization theory was based on the assumption that development takes place in a series of capitalist stages and underdeveloped countries are still in the original stage of history. അണ്ടർഡെവലപ്ഡ് കൺട്രീസ് ഇപ്പോഴും ആ പഴയ സ്റ്റേജിലാണ്. അവരൊരു വികസിത രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് പിന്നെയും ത്രൂ വിച്ച് ദ ഡെവലപ്ഡ് കൺട്രീസ് ഹാഡ് പാസ് ലോങ് അഗോ, അവരിപ്പോൾ ഈ സ്റ്റേജൊക്കെ കടന്ന് ഡെവലപ്ഡ് സ്റ്റേറ്റിലോട്ട് എത്തി. പക്ഷെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഇതുവരെ എത്തിയില്ല. ഇറ്റ് പ്രൊവൈഡഡ് എ വെരി ഓപ്റ്റിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് ഡെവലപ്മെന്റ്, ബ്രിങ്ങിങ് ടു ഫോഴ്സ് ദാറ്റ് ദ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ ലാഗിങ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഇവരെ ലാഗ് ചെയ്ത് പുറയിലാണ് നിൽക്കുന്നത്. ഒരിക്കലും ആ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം എത്തിയിട്ടില്ല. They are at an earlier stage of development where the West, particularly Europe, was long ago. Such mapping of development in terms of stages is erroneous. The global economy as an integrated overall totality, a world system എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. It fails to take account of economic and other relationships between developed and underdeveloped countries. Though through history of origin and expansion of world capitalism, which started since the 16th century as seen in the earlier. എന്തായാലും ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഒരിക്കലും ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അത്ര എത്തിയിട്ടില്ല. ദേ ലാഗ് ബിഹൈൻഡ്, അതാണ് അതിൻ്റെ അർത്ഥം. ദേ ആർ ലാഗിങ്, അവർ പുറയിൽ തന്നെ നിൽക്കുകയാണ്. ഡെവലപ്ഡ് കൺട്രീസ് അവർ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു, കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നു, കൂടുതൽ ടെക്നോളജി ആൻഡ് സയൻസ് ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ എല്ലാം, അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ സൊസൈറ്റിയിൽ എല്ലായിടത്തും മാറ്റങ്ങൾ വരാം. വെൻ ദേ യൂസ് മോർ ടെക്നോളജിക്കൽ ഓറിയൻറ്റഡ് തിങ്സ് ഇൻ ദെയർ സൊസൈറ്റി, അവർ കൂടുതൽ ഡെവലപ്ഡ് ആകുന്നു എല്ലാ ഫീൽഡിലും. അത് എഡ്യൂക്കേഷൻ ആകാം, ഹെൽത്ത് ആകാം, പിന്നെ കൾച്ചറൽ ഫീൽഡ് ആകാം, അഗ്രികൾച്ചറൽ ഫീൽഡ് ആകാം, ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആകാം, എല്ലാത്തിലും വരാം. So the world system theory, like the dependency theory, also offers a much sophisticated understanding than the historical versions of Marxism. ഒരു കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാവുന്നത്. അതാണ്. If there were independent units and then make a comparison between them, it akin to dependency theory questions the understanding of the development process in terms of concepts like dual economy. According to this concept, underdeveloped countries of the world are constituted by two separate economies, parts each with a different structure, history of its own and varied disposition of production. അപ്പം രണ്ട് പ്രത്യേക തരത്തിലുള്ള സാമ്പത്തികം, അതാണ്. അത് ഡിഫറെൻറ്റ് സ്ട്രക്ചറാകാം, ഹിസ്റ്ററി ഡിഫറെൻ്റ് ആകാം, ഡിസ്പൊസിഷൻ ഓഫ് പ്രൊഡക്ഷൻ ആകാം. ഇത് രണ്ടും എല്ലാത്തിലും വ്യത്യാസം വരാം. അതാണ് ഈ വേൾഡ് സിസ്റ്റം തിയറിയിൽ പറയുന്നത്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഡെവലപ്ഡ് സൊസൈറ്റി എങ്ങനെ ഏത് രീതിക്ക് പോകുന്നു, അണ്ടർ ഡെവലപ്ഡ് സൊസൈറ്റി അത് തമ്മിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ഷുവർ. ഇപ്പോൾ നമ്മൾ പഴയ പാവപ്പെട്ട രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ആൻഡ് യു ലുക്ക് ഇൻ ടു the lifestyle of the people living in the developed, for example US like പോയി കഴിഞ്ഞാൽ ആൾക്കാർ they don't want to come back. Why? Because the lifestyle is very much different. The facilities they get, the facilities provided by the government, because they have money, they have technology, they are using science and technology for every walk of life. അപ്പോൾ അവിടെ ജീവിതം എളുപ്പമാകുന്നു. നിയമങ്ങൾ അതുപോലെ തന്നെ കർക്കശമുള്ള എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ക്ലെൻലിനെസ്, പൈസ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും.
good transport system, good health facilities, good educational facilities, cultural facilities, and people are enjoying. അങ്ങനെ. So the world system theory, like the dependency theory, views capitalist system on the world scale as a whole, demonstrating that the contemporary underdevelopment is in large part a historical product of past and continuing economic and other relations between the underdeveloped and the underdeveloped. But there's a relation between the underdeveloped and the developed countries. അതാണ് ഫ്രാങ്ക് പറഞ്ഞേക്കുന്നത്. ലോകമെമ്പാടും നമുക്കിത് കാണാൻ സാധിക്കും. അതാണ്. ആൻഡ് വാട്ട് ഈസ് ഹൗ അണ്ടർ ഡെവലപ്മെൻറ്റ് കെയിം, അതാണ് തിയറിസ്റ്റുമാർ പറയുന്നത്. ഇറ്റ് ഈസ് എ റിസൾട്ട് അണ്ടർ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ പ്രോഡക്റ്റ് ഓഫ് ദ പാസ്റ്റ് എന്നാണ് പറയുന്നത്. So, reading the issue of development as a domestic story, as modernization perspective proposes a local question depending on national institutional arrangements. The world system theory saw the transnational structures and institutions as constraining and restraining local, and sometimes it will restrain local and national development. അതാണ് പറയുന്നത്. So, ഇനി വേൾഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. സിസ്റ്റം തിയറിയാണ് വാലസ്റ്റീൻ്റെ തിയറി. സോ ഇറ്റ് ഈസ് സെൻട്രൽ ടു ദ വേൾഡ് സിസ്റ്റം തിയറി വിച്ച് ഇറ്റ് ടേക്സ് ആസ് എ ബേസിക് യൂണിറ്റ്. അതാണ് ഒരു ബേസിക് യൂണിറ്റ് ആയിട്ട് എടുത്തിട്ടാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തിയറിസ്റ്റുമാർ പറയുന്നത്. വാലസ്റ്റീൻ തന്നെ പലതരം ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടൈപ്പ് ഓഫ് വേൾഡ് സിസ്റ്റം ഉണ്ടാകും. വേൾഡ് എംപയർ ആൻഡ് വേൾഡ് ഇക്കോണമി, അല്ലേ? ലോക സാമ്പത്തികം, അതാണ് വേൾഡ് ഇക്കോണമി എന്ന് പറഞ്ഞത്. ഒരു ലോകരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറാണ്. അതായത് ഏറ്റവും ടോപ്പ്, പിന്നെ താഴെ, അതാണല്ലോ ബ്യൂറോക്രസി. വിത്ത് വൺ പൊളിറ്റിക്കൽ സെൻറ്റർ ബേസ്ഡ് ഓൺ ഡോമിനേഷൻ ബൈ കോൺട്രോൾ. അത് കുറേ ആൾക്കാർ കീഴടക്കി വെക്കുക, അതാണ് ഡോമിനേഷൻ എന്ന് പറയുന്നത്. The Roman Empire in ancient times and British Empire in the modern history. The world economy is characterized by the multiple political structures and പല വിധത്തിലുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് സൊസൈറ്റിയിൽ കാണാൻ സാധിക്കും, അല്ലേ? വേൾഡ് എക്കോണമി എന്ന് പറയുമ്പോൾ അതാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കോമൺ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാവണം എന്നില്ല. സോ ഇങ്ങനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വേൾഡ് ഇക്കോണമിക്കാണ്. The modern period is characterized by a unified capitalist economy rather than political interest. Economic interests and networks are pivotal in the organization of world capitalist economy and not political structures. ഇനി ഈ വാലസ്റ്റീൻ തന്നെ ഈ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കോർ, പെരിഫറി, സെമി പെരിഫറി എല്ലാം പറയുന്നുണ്ട്. ഇത് ഓൾസോ ഐ ഹാവ് എക്സ്പ്ലെയിൻ, ബട്ട് വൺസ് മോർ ഐ വിൽ എക്സ്പ്ലെയിൻ. ദ 3 economic zones ഓഫ് ദ വേൾഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സർക്കിൾ വരക്കും, നടുക്ക്, ദാറ്റ് ഈസ് ദ കോർ. അവിടെ ആയിരിക്കും ഡെവലപ്ഡ് കൺട്രീസിൻ്റെ സ്ഥാനം. ചുറ്റുമുള്ളതാണ് പെരിഫറി. അതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ഉള്ളതാണ് സെമി പെരിഫറി എന്ന് പറയും. അപ്പോൾ ഈ കോറിലെ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്ഡ് കൺട്രീസ്. ദേ ടേക്ക് റോ മെറ്റീരിയൽസ് ആൻഡ് റിസോഴ്സസ് ഫ്രം ദ പെരിഫറി, by virtue of which they accrue advantages and benefits or suffer from disadvantages and exploitation. അപ്പം എന്താണ് ഉണ്ടാവുന്നത്? They accrue advantages and benefits by virtue of which they accrue and benefits or suffer from disadvantages. പെരിഫറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സാമ്പത്തികം കുറഞ്ഞ രാഷ്ട്രങ്ങൾ, പാവപ്പെട്ട അണ്ടർ ഡെവലപ്പ് പുവർ കൺട്രീസാണ്. സോ വാട്ട് ഹാപ്പൻഡ്? They will be exploited.
and hold distinct economic and class positions. അവർക്ക് കോറിനും സെമി പെരിഫറിക്കും പെരിഫറിക്കും ഉള്ള ഈ 3 സ്ഥലത്തുമുള്ള രാഷ്ട്രങ്ങൾക്ക് അവരുടെ ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും സാമ്പത്തികം വെച്ചിട്ടാണല്ലോ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, സിറ്റിസൺസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ലോ ക്ലാസ്, അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ്. അത് മണിയാണ് അതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ വിൽ ബി സ്റ്റഡിങ് ദാറ്റ്. ബിക്കോസ് ഇൻ ദ സൊസൈറ്റി ദർ വിൽ ബി ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓഫ് പീപ്പിൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ കോറും പെരിഫറിയിലും സെമി പെരിഫറിയിലും പലതരം രാഷ്ട്രങ്ങൾ. ആൻഡ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് സഫർ ഫ്രം ഡിസ്വാൻറ്റേജ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ അതാണ് പറയുന്നത്. This is a little more important, so that's why I am explaining it. Economic and class position by virtue which they accrue advantages and benefits, suffer from disadvantages and exploitation. ഇനി the characteristic features of 3 economic zones എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വേൾഡ് കൺട്രീസിൽ നമ്മൾ പറയുന്നത് കോർ കൺട്രീസ് ഉണ്ട്, പെരിഫറി ഉണ്ട്. ഇൻ between the core and the periphery is the semi-periphery. ഇനി എന്താണ് കോർ കൺട്രീസ് എന്ന് നോക്കാം. The core is constituted by economically and militarily the most powerful and dominant countries of the world. Core highly industrialized ആയിരിക്കും, highly developed ആയിരിക്കും, and they are the owners of the means of production and perform extremely skilled production tasks. അതൊക്കെയാണ് കോ കൺട്രീസ്. ദേ ആർ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ്, ഓണേഴ്സ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പെർഫോം സ്കിൽ. ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും. ബിക്കോസ് ദേ ഹാവ് മണി. അവർക്ക് എല്ലാം ചെയ്യാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ട്. അതുകൊണ്ടാണ് അവർ കോർ കൺട്രീസ് എന്ന് പറയുന്നത്. ദേ വിൽ ബി എക്സ്ട്രീംലി സ്കിൽഡ് പ്രൊഡക്ഷൻ ആയിരിക്കും. അപ്പം വെൻ ദേ പ്രൊഡ്യൂസ് മോർ ആൻഡ് എഫിഷ്യൻറ്റ് ഗുഡ്സ് ദേ വിൽ ഗെറ്റ് മോർ പ്രോഫിറ്റ്സ്. അതാണ് പറയുന്നത്. സോ വാട്ട് ഈസ് പെരിഫറി എന്ന് നമുക്ക് നോക്കാം. ദ പെരിഫറി കൺട്രീസ് അത് ഇക്കണോമിക്കലി ആൻഡ് മാർജിനലൈസ്ഡ് എക്സ്പ്ലോയിറ്റഡ് കൺട്രീസ് ഓഫ് ദ വേൾഡ് ആണ്. അവർ ലീസ്റ്റ് അത്ര ഇൻഡസ്ട്രിയലൈസേഷനും അത്രയും നടന്നിട്ടുണ്ടാവില്ല, അത്രയും പൈസ അവർക്ക് ഉണ്ടാവില്ല, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, അൺസ്കിൽഡ് ലേബറാണ്, വലിയ സ്കില്ലൊന്നുമില്ല, അവർക്ക് ട്രെയിനിങ്ങും സ്കില്ലും ഒന്നും കൊടുക്കാനുള്ള കഴിവില്ല, സാമ്പത്തിക കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് പെരിഫറി കൺട്രീസ് ആർ പ്രിഡോമിനൻ്റ് അഗ്രികൾച്ചർ എക്കോണമീസ്, പ്രൊഡ്യൂസേഴ്സ് ഓഫ് ക്യാഷ് ക്രോപ്സ് വിത്ത് എ ഹ്യൂജ് ബേസ് ഓഫ് പെസൻറ്റ് പോപ്പുലേഷൻ. ദേ ലാക്ക് സെൻട്രൽ ഗവൺമെൻറ്റ്സ് ആൻഡ് ആ പ്രൈമറി എക്സ്പോർട്ടേഴ്സ്. എപ്പോഴും അവരുടെ റോ മെറ്റീരിയൽസ് കോർ നേഷൻസിൽ അവർ കൊടുത്തോണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് തന്നെ ഇൻഡസ്ട്രി ഒന്നും തുടങ്ങാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് ദേ ആർ റിമൈനിങ് പുവർ. അതാണ്. They engage in labor-intensive production and have to rely on costly labor practices often set externally by the governments of the. They have to depend on the industries of developed countries. അതാണ്. അപ്പം അതാണ് അവർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. They are vulnerable to the investments from multinational and transnational corporations from co-countries. ഈ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയൊക്കെ ഓണേഴ്സ് മിക്കവാറും ഇവിടെ നിന്നുള്ള ആൾക്കാർ. സോ ഇനി സെമി പെരിഫറി, കോർ, സെമി പെരിഫറി, പെരിഫറി, അങ്ങനെയാണ് പോകുന്നത് റൗണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ the semi-peripheral countries are that are intermediate and in between the core and the periphery. These are countries that have to prevent themselves from falling into periphery status and simultaneously attempt to graduate to the category of the core status. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആണ്, കോറിനെയും പെരിഫറിയുടെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതാണ് ഏത് സെമി പെരിഫറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ പെരിഫറിയിലോട്ട് പോന്നിട്ടില്ല. ദേ ക്യാൻ കം ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം ഡിക്ലൈനിങ് കോർ ആൻഡ് ഡെവലപ്പിംഗ് പെരിഫറൽ കൺട്രീസ്. ദേ ക്യാൻ കം ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം ഡിക്ലൈനിങ്, കോറിലോട്ടും പോയിട്ടില്ല, എന്നാൽ പാവപ്പെട്ട രാഷ്ട്രങ്ങളോട്ട് ഇൻ ബിറ്റ്വീൻ ആണ് അവരുടെ പൊസിഷൻ. അപ്പോൾ ദേ ആർ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അതാണ്. വിച്ച് ആർ ബിക്കമിങ് മോർ ഡൈവേഴ്സിഫൈഡ് economies.
When compared to periphery countries, semi-peripheral countries have relatively developed and diversified economies. However, they are not dominant in international trade as the core countries. They have export and import tie-ups with the peripheral and അപ്പോൾ അവർക്ക് രണ്ട് രാഷ്ട്രങ്ങളോടും ബന്ധമുണ്ട്. കോറിനോടും ബന്ധമുണ്ടാവും ആൻഡ് ദ പെരിഫറൽ. അതാണ്. So, a historical perspective of capitalist world economy എന്താന്ന് നോക്കാം. Europe set on the path of industrialization, technological development in order to trade around the world. യൂറോപ്പാണ് വേഗം തന്നെ അവർ മോഡേൺ ടെക്നോളജിയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് അവർ ഇൻഡസ്ട്രിയലൈസേഷനും ടെക്നോളജിയൊക്കെ ഉണ്ടാക്കി ട്രേഡ് എല്ലാം ഓൾ ഓവർ ദ വേൾഡ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ അല്ലേ. അവർക്ക് സുപ്പീരിയർ മിലിറ്ററി പൊസിഷനാണ്. അതുകൊണ്ട് എന്ത് പറ്റി? facilitated her to get control of trade and routes and establish her dominance in the world economic order. So, according to Wallerstein, imperialist cost of Europe led for the first time the establishment economic system of such an enormous scale. അവർക്ക് ധാരാളമായിട്ട് ലോകത്തിലെല്ലായിടത്തും ചെന്ന് ഇൻഡസ്ട്രി സ്ഥാപിക്കാനും അങ്ങനെ ഒരു ഇമ്പീരിയലിസ്റ്റ് കോസ്റ്റ്, അതാണ് വാലസ്റ്റീൻ പറയുന്നത്. So such large economic systems existed in ancient times in empires of the Roman Empire. However, these differed from the New World economy, as the latter is not a single political unit as mentioned in the earlier sections. So the world empires, which had defined system of governments and exercised control and drew economic advantages within specific political, was also important. So, വാലസ്റ്റീൻ പറഞ്ഞേക്കുന്നത് ഇന്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബർ divided the world system into 3 broad economic zones എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് which I have explained now. എന്താണ് കോർ, പെരിഫറീസ്, അതാണ് വാലസ്റ്റീൻ്റെ മെയിൻ തിയറി. ദ കോർ ഇസ് ഡോമിനന്റ് റീജിയൻ ഇൻ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, അതാണ് അവർ ഡോമിനന്റ് ആയിട്ട് പറയുന്നത്. The semi-periphery is the intermediate economies and periphery is the underdeveloped or dependent economies. So Wallerstein has focused on the historical evolution of the capitalist world economy reflecting on stages. അപ്പോൾ ഇത് തന്നെ പല പല സ്റ്റേജസിലായിട്ടാണ് നമുക്ക് ഈ പ്രോസസ്സ് കാണാൻ സാധിക്കുന്നത്. കോർ എങ്ങനെയുണ്ടായി, പെരിഫറി എങ്ങനെയുണ്ടായി, സെമി പെരിഫറി എങ്ങനെയുണ്ടായി. സോ ദർ ഇസ് ആൻ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ്, അതാണ് വാലസ്റ്റൈൻ പറഞ്ഞു വെക്കുന്നത്. ഒരു എവല്യൂഷൻ, ഇതിൻ്റെയൊക്കെ ഒരു പരിണാമം എന്താണെന്ന് നമ്മൾ ബയോളജിയിൽ പറയുന്നത്, സോഷ്യൽ സിസ്റ്റത്തിൽ അത് അവർ ഉപയോഗിച്ചേക്കുന്നത്. സം തിയറിസ്റ്റ് ഹാവ് യൂസ്ഡ് ദിസ് വേർഡ്, അതാണ് പറയുന്നത് എവല്യൂഷൻ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് വേൾഡ് എക്കോണമി എങ്ങനെയാണ്. അപ്പോൾ ദർ ആർ സർട്ടൻ സ്റ്റേജസ്, കുറേ സ്റ്റേജസ് ഉണ്ടായി. ദാറ്റ് ഇസ് വാട്ട് ഹി സേസ്. സോ Russia and the most powerful country outside the realm of European world entered in the status of semi-peripheral ലാണ് വന്നത് ആദ്യം. And Latin American countries independence from Spain failed to change. അതേ സമയത്ത് ചില കൺട്രീസിൽ പെരിഫറൽ സ്റ്റാറ്റ് സോണിലോട്ട് വരാൻ അവർക്ക് സാധിച്ചില്ല. സോ ജപ്പാനിന് എന്ത് പറ്റി? Because of the combination of the strength of the state machinery, poverty of the resource base and geographical remoteness from the core, was able to climb. അവർ സെമി പെരിഫറലോട്ട് അവർക്ക് കയറാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടൊക്കെയാണ്? അവർക്ക് സ്റ്റേറ്റ് മെഷീനറി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് സ്ട്രോങ്, അതാണ്. And also geographical remoteness was able to climb. The creation of the vast areas as periphery brought significant change in the status of some others. The US and the Germany gained ascendancy in the manufacturing sector. The US was able to industrialize to considerable extent prior to the ഫസ്റ്റ് വേൾഡ് വാർ. അപ്പം തന്നെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. US ഒരുപാട് ഡെവലപ്ഡ് ആണ് അല്ലേ.
So many രാഷ്ട്രങ്ങളും, many countries, many societies are depending on the developed countries. It's core countries. അതപ്പോൾ ഈ തിയറിയൊക്കെ ഒരുപാട് ഇപ്പോഴും അതൊക്കെ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ I think it's clear for you. This is very simple. If you understand these theories, you can score high marks, and I wish you all success, all the students. Okay. Thank you.